ഹായ് ഗൈസ്, പവിത്രം ഇന്നത്തെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിൻ്റെ വിവരങ്ങൾ അറിയാൻ ഡോക്ടർ ഇഷിതയെ വിളിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം ഫോൺ വിക്രമിന് കൊടുക്കണോ എന്ന് ഡോക്ടർ ഇഷിത ചോദിച്ചപ്പോൾ നീ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നു. സ്വല്പം തിരക്കിലാണ് എന്ന് പറയുമ്പോൾ വേദയുടെ മുഖം അങ്ങ് മങ്ങി. പക്ഷേ വേദയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഡോക്ടർ ഇഷിത ഫോൺ വിക്രമിന് കൊടുത്തു. അവർ സംസാരിക്കുന്നുമുണ്ട്. അതിനുശേഷം ഡോക്ടർ ഇഷിത വിക്രമിനോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിനെ പറ്റി ഏതാണ്ടൊക്കെ വേദ എന്നോട് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഒരാൾക്ക് മറ്റൊരാളുടെ കെയറിനെ പറ്റിയും ഒക്കെ ഇനി ആരും പറയണമെന്നില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയതും വിക്രം പറയുന്നത്, ഈ ഇഷ്ടം, പ്രേമം, സ്നേഹമൊക്കെ വാക്കിലൂടെയല്ല നോട്ടത്തിലൂടെ ആളുകൾ കൈമാറുന്നത്. വേദയുടെ കണ്ണുകൾ അത് എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ വേദയോടും എന്ന് പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന ഡോക്ടർ ഇഷിത ഒരു വല്ലാത്ത മൂഡിലാവുന്നു. പിന്നീട് വേദ ദീപ്തിയോട് പറയുന്നുണ്ട്, വരുണിന്റെ മരണത്തിനു പിന്നിൽ നീ സംശയിക്കുന്ന പോലെ വിക്രമല്ല ദീപ്തി എന്ന്. അത് കേൾക്കുമ്പോൾ ദീപ്തിക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയുന്നില്ല. കാരണം വേദ വിക്രമിനെ തനിച്ചാക്കി ഇവിടെ വന്നു നിൽക്കുന്നതിൽ മറ്റാരുടെയോ പ്രേരണയുണ്ട് എന്നറിയാമെങ്കിലും ദീപ്തിക്ക് ഒന്നും ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമോ കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.